Hi, welcome to Renisha CS Edu World. വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ആൻഡ് ഫോളോയെ കുറിച്ചാണ്. ഫസ്റ്റ് ആൻഡ് ഫോളോ ഫംഗ്ഷൻ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രെഡിക്റ്റീവ് പാസിംഗ് ടേബിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പ്രെഡിക്റ്റീവ് പാസറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടേബിളാണ് പ്രെഡിക്റ്റീവ് പാസിംഗ് ടേബിൾ. ആ പ്രെഡിക്റ്റീവ് പാസിംഗ് ടേബിളിന് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ആണ് ഫസ്റ്റും ഫോളോയും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോളോ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോളോ set are needed so that the parser can properly apply the needed production rule at the current position. ഫസ്റ്റും ഫോളോയും വെച്ച് നമുക്കൊരു സെറ്റാണ് കിട്ടുന്നത്. അപ്പം അത് വെച്ചിട്ട് എന്തുവാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പ്രൊഡക്ഷൻസ് ആണ് പാസിംഗ് ടേബിളിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം അത് കറക്റ്റ് പൊസിഷനിൽ ആ പ്രൊഡക്ഷൻ റൂള് അപ്ലൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഫസ്റ്റും ഫോളോയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റും ഫോളോയും ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു സെറ്റായിരിക്കും കിട്ടുന്നത്. ആ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് ആ പ്രൊഡക്ഷൻ റൂള് ആ പാസിംഗ് ടേബിളിൽ എവിടെയാണ് കറക്റ്റ്ലി ഏത് പൊസിഷനിലാണ് ആ പ്രൊഡക്ഷൻ റൂള് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഫസ്റ്റും ഫോളോയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റും ഫോളോയും നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അപ്പോൾ എന്താണ് ഫസ്റ്റ്? അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ആൽഫ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ഇതിൻ്റെയാണ് ആൽഫയുടെ, അതായത് ഒരു ആൽഫയുടെ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസ് എ സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾ ദാറ്റ് ബിഗിൻ ഇൻ സ്ട്രിങ് ഡിറൈവ്ഡ് ഫ്രം ആൽഫ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിളാണ്. ടെർമിനൽ സിമ്പിൾ ആണ്. അത് എന്ത് ചെയ്യണം? ദാറ്റ് ബിഗിൻ ഇൻ സ്ട്രിങ് ഡിറൈവ്ഡ് ഫ്രം ആൽഫ. ആൽഫയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ടെർമിനലെയാണ് ഫസ്റ്റ് ഓഫ് ആൽഫയ്ക്കകത്ത് വരുന്നത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഓഫ് ആൽഫ ഇസ് എ സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾ. നമുക്ക് കിട്ടുന്നത് ടെർമിനൽ സിമ്പിളാണ്. ദാറ്റ് ബിഗിൻ ഇൻ സ്ട്രിങ് ഡിറൈവ്ഡ് ഫ്രം ആൽഫ. ആൽഫയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾസിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം എ ഇംപ്ലൈസ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്നാണെങ്കിൽ, ഇപ്പം ഇതിൻ്റെ അകത്ത് ആദ്യം ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്നത് എടുക്കും. അപ്പം ആദ്യം കിടക്കുന്ന ടെർമിനൽ, ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നതാണ് ഈ ഇംപ്ലൈസ് കണ്ട് ആദ്യം കിടക്കുന്ന ഒരു ടെർമിനൽ. അപ്പം അതെടുക്കും. ഈ ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് അടുത്ത് കിടക്കുന്നതാണ് ഓർ എന്ന് പറയുമ്പോൾ അടുത്ത് കിടക്കുന്ന ഏതാണ്? ഡി ആണ് ടെർമിനൽ. അപ്പം അതും ഫസ്റ്റ് ഓഫ് എക്കകത്താണ്. പിന്നെ ഈ അടുത്തെന്ന് പറയുന്നത് ജി ആണ്. അപ്പം ജി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് എക്കകത്താണ്. അപ്പം ഇങ്ങനെ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. പക്ഷേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. 3 റൂളുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഓരോ റൂളും നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫോർ എ പ്രൊഡക്ഷൻ റൂൾ എക്സ് ഇംപ്ലൈസ് എപ്സിലോൺ. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ റൂളാണ് എക്സ് ഇംപ്ലൈസ് എപ്സിലോൺ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് ഒരു നോൺ ടെർമിനൽ, ഇപ്പം ഇതിൻ്റെ എക്സിൻ്റെ നമ്മൾ എടുക്കുവാണ്, ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് കാണും. ഒന്നുകൂടെ പറയാം. പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത് എക്സ് ഇംപ്ലൈസ് എപ്സിലോൺ ആണ്, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ, റൂൾ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് ഇതിൻ്റെ ആണ്. ഈ എക്സിൻ്റെ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കാണും? ആ ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എപ്സിലോൺ കാണും. അതാണ് ഫസ്റ്റ് റൂൾ. ഓക്കെ, നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫോർ എനി ടെർമിനൽ സിമ്പിൾ എ, ഒരു ടെർമിനൽ സിമ്പിളിൻ്റെ ആണ് നമ്മൾ പ്രൊഡക്ഷൻ ഫസ്റ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ടെർമിനൽ സിമ്പിൾ എന്തിൻ്റെ അകത്ത് കാണും? ആ ഫസ്റ്റ് ഓഫ് എക്കകത്ത് കാണും. എ ഈസ് എ ടെർമിനൽ സിമ്പിൾ. എ എന്ന് പറയുന്ന ഒരു ടെർമിനൽ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്കകത്ത് എന്ത് കാണും? ആ എ കാണും. അപ്പം ഫസ്റ്റും സെക്കൻഡ് റൂള് മനസ്സിലായോ? അതായത് എപ്സിലോൺ ഒരു പ്രൊഡക്ഷൻ എക്സ് ഇംപ്ലൈസ് എപ്സിലോൺ എന്നാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ആ പ്രൊഡക്ഷൻ്റെ അകത്ത് ആ ഒരു ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എന്ത് കാണും? എപ്സിലോൺ കാണും.
സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ടെർമിനൽ ആണെങ്കിൽ എ ഇസ് എ ടെർമിനൽ, അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്കകത്ത് എന്താണ് ആ എ എന്ന് പറയുന്നത് കാണും. ഇതാണ് രണ്ട് റൂൾ. ഇനി മൂന്നാമത്തെ നമ്മളൊരു പ്രൊഡക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഫോർ എ പ്രൊഡക്ഷൻ റൂൾ എക്സ് ഇംപ്ലൈസ് y1 y2 y3 എക്സെട്ര. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ റൂൾ ആണ് എക്സ് ഇംപ്ലൈസ് y1 y2 y3 എക്സെട്ര ആണെങ്കിൽ നമ്മൾ ഇവിടെ കിടക്കുന്ന, അതായത് ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആദ്യത്തതിന്റെ ഫസ്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന്റെ ആദ്യത്തെ എന്താ എടുക്കേണ്ടത്? ഫസ്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പം നോക്കുന്ന ഇങ്ങനെയാണ്, ഇഫ് എപ്സിലോൺ നോട്ട് ആൻ എലിമെന്റ് ഓഫ് ഫസ്റ്റ് ഓഫ് y. അപ്പം ഇവിടെ ഫസ്റ്റ് ഓഫ് y നമ്മൾ എടുക്കുക. ഓക്കെ, എപ്സിലോൺ കഴിഞ്ഞിട്ട് കിടക്കുന്നതിന്റെ ഫസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് y1 ആണ് എടുക്കേണ്ടത്. അപ്പം ആ ഫസ്റ്റ് ഓഫ് y1 എടുക്കുമ്പം അതിൻ്റെ അകത്ത് എപ്സിലോൺ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് y ആയിരിക്കും, y1 ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം എടുക്കുന്ന ഇങ്ങനെയാണ്, എക്സ് ഇംപ്ലൈസ് y1 y2 y3 എക്സെട്ര ആണെങ്കിൽ ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് കിടക്കുന്നതിൻ്റെ ആദ്യത്തതിൻ്റെ എന്തെടുക്കണം? ഫസ്റ്റ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് y1 എടുത്തു. ആ ഫസ്റ്റ് ഓഫ് y1ൻ്റെ അകത്ത് എപ്സിലോൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത്, അതായത് ഈ ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എന്ത് വരും? ഫസ്റ്റ് ഓഫ് y1 വരും. ഓക്കെ, അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനിയും എപ്സിലോൺ വരുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഇഫ് എപ്സിലോൺ ഈസ് ആൻ എലിമെന്റ് ഓഫ് ഫസ്റ്റ് ഓഫ് y1. ഓക്കെ, എപ്സിലോൺ എലിമെന്റ് ആണ്, ഫസ്റ്റ് ഓഫ് y1ൻ്റെ അകത്ത് എലിമെന്റ് ആണെങ്കിൽ ദെൻ ഫസ്റ്റ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എന്ത് കാണും? ഫസ്റ്റ് ഓഫ് y1 മൈനസ് എപ്സിലോൺ. അതായത് ഫസ്റ്റ് ഓഫ് y1 എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് എപ്സിലോണെ എടുത്ത് റിമൂവ് ചെയ്യുക. യൂണിയൻ ഫസ്റ്റ് ഓഫ് y2 y3 ആണ്. ഓക്കെ, അതായത് ഈ y1 കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിൻ്റെ ഫസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ഈസ് y1 എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ്റെ അകത്ത് എപ്സിലോൺ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് y1 ഈസ് ആൻ എലിമെന്റ് ഓഫ് എപ്സിലോൺ, എലിമെന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് എക്സിൻ്റെ അകത്ത് എന്ത് വരും? ഫസ്റ്റ് ഓഫ് y1 വരും. ആ y1ൻ്റെ അകത്തുനിന്ന് എപ്സിലോൺ ഉള്ളത് കൊണ്ട് ആ എപ്സിലോൺ എടുത്ത് റിമൂവ് ചെയ്യുക. കൂടാതെ എന്തും കാണും? ഈ y1 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൻ്റെ ഫസ്റ്റ് ഓഫ് y2 y3 കാണും. ഈ ഫസ്റ്റ് ഓഫ് y2 y3 എന്ന് പറയുന്നത് എന്താണ്? ഈ സെയിം റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം ഫസ്റ്റ് ഓഫ് y2 y3 എന്ന് പറയുമ്പം ഫസ്റ്റ് ഓഫ് y2 y3 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് y2 ആണ്. ആ ഫസ്റ്റ് ഓഫ് y2ൻ്റെ അകത്ത് എന്തുണ്ടോ എന്ന് നോക്കണം, എപ്സിലോൺ ഉണ്ടോ എന്ന് നോക്കണം. എപ്സിലോൺ ഇല്ലെങ്കിൽ, ഓക്കെ, ഈ സെയിം റൂൾ അപ്ലൈ ആണ്. എപ്സിലോൺ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് y2 y3ക്കകത്ത് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് y2 മാത്രമേ കാണത്തുള്ളൂ. ഇനിയും ഇഫ് എപ്സിലോൺ ഈസ് ആൻ എലിമെന്റ് ഓഫ് ഫസ്റ്റ് ഓഫ് y2 എടുത്തു, അതിൻ്റെ അത് എപ്സിലോൺ ഉണ്ടെങ്കിൽ നേരത്തെ റൂള് സെയിം റൂൾ അപ്ലൈ ആണ്. ദെൻ ഫസ്റ്റ് ഓഫ് y2 y3 എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് കാണും? ഫസ്റ്റ് ഓഫ് y2 മൈനസ് എപ്സിലോൺ. y2ൻ്റെ അകത്ത് എപ്സിലോൺ ഉണ്ട്, അതിനെ റിമൂവ് ചെയ്തു. അത് കൂടാതെ യൂണിയൻ ഓഫ് ഫസ്റ്റ് ഓഫ് y3 കൂടെ എടുക്കണം. ഇതാണ് റൂള്. ഈ 3 റൂള് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കാം, 2-3 എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഈ 3 റൂളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത് എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഫോർ ദ ഗിവൺ ഗ്രാമർ. ഈ ഒരു ഗ്രാമർ തന്നിട്ടുണ്ട്, ഇതിന്റെ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് ഗ്രാമർ, ഇതാണ് തന്നിരിക്കുന്ന ഗ്രാമർ. എസ് ഇംപ്ലൈസ് എ ബി ഡി എച്ച്, ബി ഇംപ്ലൈസ് സി സി, സി ഇംപ്ലൈസ് ബി സി ഓർ എപ്സിലോൺ, ഡി ഇംപ്ലൈസ് ഇ എഫ്, ഇ ഇംപ്ലൈസ് ജി ഓർ എപ്സിലോൺ, എഫ് ഇംപ്ലൈസ് എഫ് ഓർ എപ്സിലോൺ ആണ്. അപ്പം നമ്മളോട് ആദ്യം ഈ എടുക്കുന്ന ഈ നോൺ ടെർമിനലിൻ്റെ ആണ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് എടുക്കുന്ന ഇതാണ്, ഫസ്റ്റ് ഓഫ് എസ് എടുക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് എസ് എടുക്കുക. അപ്പം ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എസിൻ്റെ ഇവിടെ കിടക്കുന്നത്, ഈ ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആദ്യത്തെ സിമ്പിളിൻ്റെ ഫസ്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് എ എന്നാണ് നമുക്ക് കിട്ടുക. ഒരു ടെർമിനലിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അതാണ് സെക്കൻഡ് റൂള്.
ഓക്കെ, ഇംപ്ലൈസ് കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ആദ്യത്തെ സിമ്പിൾ എടുത്തു, അത് എ ആണ്. ആ എ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് എടുക്കുക. അപ്പം ടെർമിനലാണ്, എ ഇസ് എ ടെർമിനൽ, അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ. ഒരെണ്ണേ ഉള്ളൂ, ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷനും ഇവിടെ വരുന്നുള്ളൂ. ഇനി ഫസ്റ്റ് ഓഫ് ബി ആണ് എടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് ബി എന്ന് എടുത്ത് കഴിയുമ്പം ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിടക്കുന്നതിൻ്റെ ഫസ്റ്റ് എടുക്കേണ്ടത്. അപ്പം സ്മോൾ സി ആണ്, ഇറ്റ് ഇസ് എ ടെർമിനൽ, അതിൻ്റെ ഫസ്റ്റ് എടുക്കുക. എന്നപ്പോൾ എന്ത് വരും? സി തന്നെ വരും. കണ്ടോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സിയുടെ ആണ്, അടുത്ത നോൺ ടെർമിനൽ സി ആണ് വരിക. അപ്പം അതിൻ്റെ ഫസ്റ്റ് ആണ് എടുക്കണം, ഫസ്റ്റ് ഓഫ് സി എടുക്കണം. അപ്പം സിയുടെ ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് എടുക്കുക. അപ്പം ആദ്യം കിടക്കുന്നത് ബി ആണ്. ഇവിടെ രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ ആദ്യം ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്നത് ബി ആ, ഇറ്റ് ഇസ് എ ടെർമിനൽ. അപ്പം അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ബി തന്നെയായിരിക്കും, അതെടുത്തു. കൂടാതെ ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ഒരു എപ്സിലോൺ ഉണ്ട്. നമ്മൾ ആദ്യത്തെ റൂൾ എടുക്കുക, എക്സ് ഇംപ്ലൈസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ ഉണ്ട് ഫസ്റ്റിൻ്റെ അകത്ത്. അപ്പം ബിയും വരും എപ്സിലോണും വരും. മനസ്സിലായോ? ബി എടുത്തു, ആദ്യം രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം ആദ്യത്തെ പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് എടുത്തു, ആദ്യത്തേതിൻ്റെ. അപ്പം ബി ആണ് ആദ്യം കിടക്കുന്നത്, ടെർമിനൽ ആണ്. അപ്പം അതുകൊണ്ട് എന്ത് വരും? ബി തന്നെ വരും. പിന്നെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ എപ്സിലോൺ ആണ്. എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ അകത്ത്, ഫസ്റ്റ് ഓഫ് സിക്കകത്ത് എന്ത് വരും? എപ്സിലോൺ വരും. അപ്പം ബിയും എപ്സിലോണും ഇവിടെ വന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡി ആണ്. അപ്പം ഡിക്കകത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേന് നമ്മൾ എന്തെടുക്കണം? ഫസ്റ്റ് ഓഫ് ഇ ആണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓഫ് ഇ ഉണ്ടോ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ഫസ്റ്റ് ഓഫ് ഇ കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഓഫ് ഇ എന്ന് എടുത്ത് കഴിയുമ്പം ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്നത് ജി ആണ്. ആ ജി എടുത്തു. അപ്പം അത് ടെർമിനൽ ആണ്, അപ്പം അതിൻ്റെ ഫസ്റ്റ് ജി തന്നെ വരും. പിന്നെ ഒന്ന് എപ്സിലോൺ ആണ്. എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനകത്ത് എപ്സിലോൺ വരും. അപ്പം ജിയും എപ്സിലോണുമാണ് ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫ് ആണ്. എഫിൻ്റെ എടുക്കുക. എഫിൻ്റെ എടുത്ത് കഴിയുമ്പം എഫിൻ്റെ ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്, എഫും ഉണ്ട് എപ്സിലോണും ഉണ്ട്. അപ്പോൾ ഇവിടെ സ്മോൾ എഫ് ആണ്, ഇറ്റ് ഇസ് എ ടെർമിനൽ, അതിൻ്റെ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫ് വരും. കൂടാതെ എപ്സിലോൺ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് എപ്സിലോണും വരും. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഓഫ് ഡി ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഡി എന്ന് പറയുമ്പോൾ ഡി കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിടക്കുന്നതിൻ്റെ ഫസ്റ്റ് സിമ്പിൾ നോൺ ടെർമിനൽ ആണ്. അപ്പം ആ നോൺ ടെർമിനലിൻ്റെ ഫസ്റ്റ് എടുക്കണം. അപ്പം ഫസ്റ്റ് ഓഫ് ഇ എന്ന് വരും. അപ്പം ഫസ്റ്റ് ഓഫ് ഇക്ക് അകത്ത് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഇക്കകത്ത് എന്തുണ്ട്? എപ്സിലോൺ ഉണ്ട്. എപ്സിലോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? തേർഡ് റൂളാണ്. എപ്സിലോൺ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഇക്കകത്തുനിന്ന് എപ്സിലോണെ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഇക്കകത്തുനിന്ന് എപ്സിലോണെ റിമൂവ് ചെയ്തു. കൂടാതെ എന്ത് വേണം? ഇ അല്ലാതെ ബാക്കി വരുന്നതിന് ഫസ്റ്റ് എടുക്കുക. ഇ അല്ലാതെ ബാക്കി വരുന്നതിന് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് എഫ് എടുക്കും. അപ്പം യൂണിയൻ ഫസ്റ്റ് ഓഫ് എഫ്. ഫസ്റ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫും ഉണ്ട് എപ്സിലോണും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഡക്ഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ജിയും ജി ഫസ്റ്റ് ഓഫ് ഇ എടുത്തു. ഫസ്റ്റ് ഓഫ് ഇക്കകത്ത് ജിയും എപ്സിലോണും ആയിരുന്നു. അതിനകത്തുനിന്ന് എപ്സിലോണെ മാറ്റി കഴിയുമ്പോൾ ജി വരും. നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ഓഫ് എഫ് ആണ്. ഫസ്റ്റ് ഓഫ് എഫിൻ്റെ അകത്ത് എഫും എപ്സിലോണും. അപ്പം ഫസ്റ്റ് ഓഫ് ഡിക്കകത്ത് ജിയും എഫും നെക്സ്റ്റ് ഫംഗ്ഷൻ നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ എസ് ഇംപ്ലൈസ് എ, എ ഇംപ്ലൈസ് എ ബി ഓർ എ ഡി, ബി ഇംപ്ലൈസ് ബി, സി ഇംപ്ലൈസ് ജി. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഈ ഒരു ഫസ്റ്റും ഫോളോയും അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റിക്കേർഷനും ലെഫ്റ്റ് ഫാക്ടറിങ്ങും അവോയ്ഡ് ചെയ്തിട്ടുള്ള ഗ്രാമർ വേണം യൂസ് ചെയ്യാൻ. അപ്പം ഫസ്റ്റിൽ ഇവിടെ ലെഫ്റ്റ് കണ്ടോ? ലെഫ്റ്റ് റിക്കേർഷൻ ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് റിക്കേർഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതുകൊണ്ട് ഇവിടെ എ ഉണ്ടെങ്കിൽ ഇവിടെ എ ഉണ്ട്, കണ്ടോ? അപ്പം ഇവിടെ ലെഫ്റ്റ് റിക്കേർഷൻ ഇവിടെ ഉണ്ട്. അപ്പം ഈ ലെഫ്റ്റ് റിക്കേർഷനെ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്ത ഗ്രാമറെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ലെഫ്റ്റ് ഫാക്ടറിങ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ലെഫ്റ്റ് റിക്കേർഷനെ അവോയ്ഡ് ചെയ്യുക. അപ്പം ഇത് ആദ്യത്തെ ഇത് എടുക്കുമ്പം ലെഫ്റ്റ് റിക്കേർഷൻ അവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പം അത് അതേപടി എഴുതി എസ് ഇംപ്ലൈസ് എ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് എ ഇംപ്ലൈസ് ആണ് വരിക. ഓക്കെ, എങ്ങനെ എഴുതണ്ടേ? എ ഇംപ്ലൈസ് എങ്ങനെ വരും? എ ബി എ ഡാഷ്. ഓക്കെ, എ ബി എ ഡാഷ് എന്ന് വന്നു. എ ഡാഷ് ഇംപ്ലൈസ് നെക്സ്റ്റ് എന്ത് വരും? എ ഡാഷ് ഇംപ്ലൈസ്
ഡി എ ഡാഷ് ഓർ എപ്സിലോൺ. ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ എയുടെ പ്രൊഡക്ഷൻ അല്ലാത്ത എടുത്തു, എ ബി ആണ് വരിക. എ ബിയുടെ കൂടെ എന്ത് വരും? എ ഡാഷ്. ഇനി എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എ ഇല്ലാതെ എടുക്കുക, ബാക്കി വരുന്നത് ഡി എ ഡാഷ് ഓർ എപ്സിലോൺ. അടുത്തത് ബി ഓർ ബി, സി ഓർ ജി ആണ്. അപ്പൊ ഇത് മനസ്സിലാവാത്തവർ ലെഫ്റ്റ് റിക്കർഷൻ റിമൂവ് ചെയ്യേണ്ട എങ്ങനെയാണ് എന്നുള്ളത് റൂൾ സഹിതം നമ്മൾ നേരത്തെ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് പോയി കാണുക. അപ്പൊ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ലെഫ്റ്റ് റിക്കർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതാണ് ലെഫ്റ്റ് റിക്കർഷൻ അവോയ്ഡ് ചെയ്ത ഗ്രാമറാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതിന്റെയാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എങ്ങനെ വരും? ഈ നോൺ ടെർമിനൽ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് എടുക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് എ എന്ന് വരും അല്ലെ, ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന നോൺ ടെർമിനൽ. അപ്പൊ ഫസ്റ്റ് ഓഫ് എ എന്ന് വരും. അപ്പൊ ഫസ്റ്റ് ഓഫ് എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്കെ, ഫസ്റ്റ് ഓഫ് എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഇവിടെ കിടക്കുന്ന ആദ്യത്തെ സിമ്പിൾ ഇംപ്ലൈസ് കഴിഞ്ഞിട്ട്. അപ്പൊ സ്മോൾ എ ആണ് അതിന്റെ ഫസ്റ്റ്, ടെർമിനൽ ആയതുകൊണ്ട് അത് തന്നെ ആയിരിക്കും അതിന്റെ ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു സ്മോൾ എ. ഇനി നെക്സ്റ്റ് എടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് എ ഡാഷ് ആണ്. ഫസ്റ്റ് ഓഫ് എ ഡാഷിനകത്ത് എന്തൊരു ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്നത് നോൺ ടെർമിനൽ ഡി ആണ്. അപ്പം ഡി ഈസ് എ ടെർമിനൽ അല്ലെ, ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്ന ടെർമിനലാ ഡി. അപ്പം ഡിയുടെ ഫസ്റ്റ് എടുക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഡി ഈസ് ഡി. രണ്ടാമത്തെ പ്രൊഡക്ഷൻ ആണ് എപ്സിലോൺ. ആ എപ്സിലോൺ ഫസ്റ്റ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എപ്സിലോൺ. അപ്പൊ ഫസ്റ്റ് ഓഫ് എ ഡാഷിനകത്ത് ഡിയും കിട്ടും എപ്സിലോണും കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ബി ആണ് അല്ലെ, ഫസ്റ്റ് ഓഫ് ബി ആണ് നമുക്ക് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്നതിന്റെ ഇതാണ് ആദ്യം കിടക്കുന്നതിന്റെ ഫസ്റ്റ് ആയി എടുക്കണ്ടേ. അപ്പൊ ബി ഈസ് എ ടെർമിനൽ. അപ്പൊ ബിയുടെ ടെർമിനൽ എടുത്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? ആ ടെർമിനലിന്റെ ഫസ്റ്റ് അത് തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് സ്മോൾ ബി ഈസ് ബി എന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് സി ആണ്. ഫസ്റ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഇംപ്ലൈസ് കണ്ട ആദ്യം കിടക്കുന്ന ജി ടെർമിനൽ ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് അത് തന്നെ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഓഫ് സി. നെക്സ്റ്റ് പ്രോബ്ലം, calculate the first function for the given grammar. S implies bracket L or A. L implies S L dash. L dash implies comma S L dash or epsilon. അപ്പൊ ഇതിനെയാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് നമ്മൾ എടുക്കുക. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ബ്രാക്കറ്റ് ആണ് ആദ്യം കിടക്കുന്നത്. അപ്പൊ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ടെർമിനലാ. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ ബ്രാക്കറ്റ് ആണ് ഒരു ഫസ്റ്റ്. ഇനി ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊഡക്ഷൻ എ ആണ്, സ്മോൾ എ ആണ്, അത് ടെർമിനൽ ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് എ. നെക്സ്റ്റ് നമ്മൾ എടുത്തു ഫസ്റ്റ് ഓഫ് എൽ. ഫസ്റ്റ് ഓഫ് എൽ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് എസ് ആണ് അല്ലെ. ഇത് ഇംപ്ലൈസ് കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്നതിന്റെ നോൺ ഫസ്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ്. ഫസ്റ്റ് ഓഫ് എസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ബ്രാക്കറ്റും എയും. ഓക്കെ, ബ്രാക്കറ്റും എയും. ഇനി ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്ന കോമയാണ്. കോമ ഇസ് എ ടെർമിനൽ. ടെർമിനൽ ആയതുകൊണ്ട് അത് തന്നെ അതിന്റെ ഫസ്റ്റ് ആണ്. അപ്പൊ കോമ വന്നു. ഇനി അടുത്ത പ്രൊഡക്ഷനകത്ത് എപ്സിലോൺ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? എപ്സിലോൺ ഈസ് അനദർ ഫസ്റ്റ്. അപ്പൊ കോമയും എപ്സിലോണും ആണ് ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഫോർ ദ ഗിവൺ ഗ്രാമർ. എസ് ഇംപ്ലൈസ് എ ബി ഓർ ബി ബി എ. എ ഇംപ്ലൈസ് എപ്സിലോൺ, ബി ഇംപ്ലൈസ് എപ്സിലോൺ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് എ. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഓഫ് എ വരും. അപ്പൊ ഫസ്റ്റ് ഓഫ് എ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ എന്ത് വരും? ഫസ്റ്റ് ഓഫ് എ എടുക്കണം. ഫസ്റ്റ് ഓഫ് എക്കകത്ത് എന്തുണ്ട്? എപ്സിലോൺ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് എ, ഓക്കെ, ഫസ്റ്റ് ഓഫ് എക്കകത്ത് എപ്സിലോൺ വന്നിട്ടുള്ളത് കൊണ്ട് ഫസ്റ്റ് ഓഫ് എക്കകത്തുനിന്ന് എന്ത് ചെയ്യണം? എപ്സിലോൺ എടുത്ത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തിട്ട് അടുത്തതിന്റെ, ഓക്കെ, അടുത്തത് വരുന്നതിന്റെ ഫസ്റ്റ് എടുക്കണം. അപ്പൊ അടുത്ത് കിടക്കുന്ന ഏതാണ്? സ്മോൾ എ ആണ്. അപ്പൊ സ്മോൾ എയുടെ ഫസ്റ്റ് എടുക്കണം. പിന്നെ കൂടാതെ
എന്ത് വരും? ഈ രണ്ടാമത്തെ പ്രൊഡക്ഷൻ്റെ അകത്ത് വരുന്നത് ക്യാപിറ്റൽ ബി ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ബി എടുക്കണം. ഇവിടെ ഫസ്റ്റ് ഓഫ് ബി എടുക്കുമ്പോൾ ഏതാണ്? എപ്സിലോണാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ബിക്കകത്ത് എപ്സിലോൺ വന്നിട്ടുള്ളത് കൊണ്ട് അതിനെ എടുത്ത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് അടുത്തത് ബി ആണ് വരുന്നത്, സ്മോൾ ബി. അതിൻ്റെ ഫസ്റ്റ് എടുക്കണം. അപ്പം അതിൻ്റെ ഫസ്റ്റ് എടുത്ത് കഴിയുമ്പം ഫസ്റ്റ് ഓഫ് സ്മോൾ ബി ഈസ് ബി. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് എപ്സിലോണിൻ്റെ എപ്സിലോൺ പോയാൽ ഒന്നുമില്ല, എം ഡി സെറ്റ്. പിന്നെ ഫസ്റ്റ് ഓഫ് എക്കകത്ത് എ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ബിക്കകത്തുനിന്ന് എപ്സിലോൺ റിമൂവ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ എപ്സിലോണും പോയി. പിന്നെ ഫസ്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ബി. അപ്പം ഫസ്റ്റ് ഓഫ് എസിൻ്റെ അകത്ത് എയും ബിയും വരും. ഫസ്റ്റ് ഓഫ് എക്കകത്ത് എപ്സിലോൺ, ഫസ്റ്റ് ഓഫ് ബിക്കകത്ത് എപ്സിലോൺ. Next problem, calculate the first function for a given grammar. E implies t plus t or t, t implies t star f or f implies e or id. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് റിക്കേർഷൻ ഉള്ളതാണ്. അപ്പം ലെഫ്റ്റ് റിക്കേർഷൻ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് റിക്കേർഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷൻ്റെ അകത്തും ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ലെഫ്റ്റ് റിക്കേർഷൻ ഉണ്ട്, അതിനെ എടുത്ത് റിമൂവ് ചെയ്യാം. അപ്പം എങ്ങനെ വരും? ഇ ഇംപ്ലൈസ് ടി, ഈ ഇല്ലാത്ത പ്രൊഡക്ഷൻ ഏതാ? ടി. ഇ ഡാഷ് ഇംപ്ലൈസ് ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഇയെ മാറ്റിക്കഴിഞ്ഞാൽ പ്ലസ് ടി ഉണ്ട്. പിന്നെ പ്ലസ് ടി ഇ ഡാഷ് ഓർ എപ്സിലോൺ എന്ന് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടി ഇംപ്ലൈസ് ടി സ്റ്റാർ എഫ് ഓർ എഫ് ആണ്. അപ്പം ഇംപ്ലൈസ് ടി ഇല്ലാത്ത പ്രൊഡക്ഷൻ എഫ് ആണ്. അപ്പം എങ്ങനെ ഒരു എഫ് ടി ഡാഷ്. അടുത്തത് ടി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർ എഫ് ടി ഡാഷ് ഓർ എപ്സിലോൺ. ഇതിൻ്റെ അകത്ത് എന്താണ്? എഫ് ഇംപ്ലൈസ് ഇ ഓർ ഐ ഡി. അതിൻ്റെ അകത്ത് ഒരു റിക്കേർഷൻ വന്നിട്ടില്ല, അപ്പം അതുകൊണ്ട് അതേപടി എഴുതുക. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് ഓഫ് ടി. അതായിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ടി. ഇനി ഫസ്റ്റ് ഓഫ് ടി എടുക്കണം. ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഈ ഇംപ്ലൈസ് കണ്ട് ആദ്യം കിടക്കുന്ന എഫ് ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് എഫ്, അതാണ് എഴുതിയേക്കുന്നത്. ഇനി എഫിൻ്റെ എടുക്കണം അല്ലേ? അപ്പം എഫിൻ്റെ ഫസ്റ്റ് എടുക്കുമ്പോൾ ആദ്യം കിടക്കുന്നത് ബ്രാക്കറ്റ് ആണ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ബ്രാക്കറ്റ് തന്നെ ആയിരിക്കും, ബിക്കോസ് ബ്രാക്കറ്റ് ഇസ് എ ടെർമിനൽ. നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഐ ഡി ആണ്. അപ്പോൾ ഐ ഡി എന്ന് പറയുന്ന ടെർമിനൽ ആണ്, അപ്പോൾ അത് തന്നെ എടുക്കും. അപ്പം ബ്രാക്കറ്റും ഐ ഡിയുമാണ് ഫസ്റ്റ് ഓഫ് ഇക്കകത്ത് വരിക. നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് ഇ ഡാഷ് ആണ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷിൻ്റെ അകത്ത് രണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. ആദ്യം കിടക്കുന്ന ടെർമിനൽ ആണ് പ്ലസ്, അതിൻ്റെ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ പ്ലസിൻ്റെ ഫസ്റ്റ് പ്ലസ് തന്നെ. പിന്നെ വരുന്ന എപ്സിലോൺ ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെ അകത്ത് വരും. അപ്പം പ്ലസും എപ്സിലോണും. നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് ടി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഓഫ് ടി ഈസ് ഫസ്റ്റ് ഓഫ് എഫ് ആണ്, അത് ബ്രാക്കറ്റും ഐ ഡി ആണ്, അത് അതേപടി എടുത്ത് എഴുതിയാൽ മതി. നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് ടി ഡാഷ്. ഫസ്റ്റ് ഓഫ് ടി ഡാഷിൻ്റെ അകത്ത് ഇംപ്ലൈസ് കണ്ട് ഫസ്റ്റ് കിടക്കുന്നത് ഇൻറ്റു ആണ്. ഇൻറ്റു ഈസ് എ ടെർമിനൽ. അപ്പം ഫസ്റ്റ് ഓഫ് ഇൻറ്റു എന്ന് പറയുന്നത് ഇൻറ്റു തന്നെ വരും. കൂടാതെ രണ്ടാമത്തെ പ്രൊഡക്ഷനകത്ത് എപ്സിലോൺ ഉള്ളത് കൊണ്ട് എപ്സിലോണും വരും. നെക്സ്റ്റ് ഫസ്റ്റ് ഓഫ് എഫ് ആണ്. ഫസ്റ്റ് ഓഫ് എഫിൻ്റെ അകത്ത് ബ്രാക്കറ്റും ഐ ഡിയുമാണ്, അത് അതേപടി എടുത്ത് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇത്ര നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇനി എങ്ങനെയാണ് ഫോളോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാം. ഫോളോ ഫംഗ്ഷൻ. Follow of alpha is a set of terminal symbol that appear immediately to the right of alpha. ആൽഫയുടെ ഫോളോ ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾ ആണ്. അത് എവിടെ അപ്പിയർ ചെയ്യും? ഇമ്മീഡിയറ്റ് ടു ദ റൈറ്റ് ഓഫ് ആൽഫ. ആൽഫയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ കിടക്കുന്നതായിരിക്കും, റൈറ്റിൽ കിടക്കുന്ന ടെർമിനൽ, സെറ്റ് ഓഫ് ടെർമിനൽസിനെയാണ് ഫോളോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോളോ ഓഫ് ആൽഫ ഇസ് എ സെറ്റ് ഓഫ് ടെർമിനൽ സിമ്പിൾ ദാറ്റ് അപ്പിയർ ഇമ്മീഡിയറ്റ്ലി ടു ദ റൈറ്റ് ഓഫ് ആൽഫ. ഓക്കെ, ആൽഫയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ കിടക്കുന്ന നോൺ ടെർമിനലിനെ ആയിരിക്കും ഫോളോ എന്ന് പറയുന്നത്. അതിന് 3 റൂളുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂള്, ഫോർ ദ സ്റ്റാർട്ടിംഗ് സിമ്പിൾ എസ്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സിമ്പിൾ ആണെങ്കിൽ ഫോളോ ഓഫ് എസിൻ്റെ അകത്ത് ഡോളർ കാണും. ഓക്കെ, ഫോർ ദ സ്റ്റാർട്ടിംഗ് സിമ്പിൾ എസ് പ്ലേസ് ഡോളർ ഇൻ ഫോളോ ഓഫ് എസ്. സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആണെങ്കിൽ അതിൻ്റെ ഫോളോയ്ക്കകത്ത് എന്ത് കാണും? ഡോളർ എന്ന് പറഞ്ഞ സിമ്പിൾ കാണും. ഇനി നെക്സ്റ്റ്, ഫോർ എനി പ്രൊഡക്ഷൻ റൂൾ എ ഇംപ്ലൈസ് എ ആൽഫ.
കണ്ടോ, ഇപ്പം ബി ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ബി ആണ്. ഫോർ എനി പ്രൊഡക്ഷൻ റൂൾ എ ഇംപ്ലൈസ് എ ആൽഫ. എ ഇംപ്ലൈസ് എ ആൽഫ ആണെങ്കിൽ ഫോളോ ഓഫ് ബിക്കകത്ത് എന്ത് കാണും? ഫോളോ ഓഫ് എ കാണും. ഓക്കെ, ഫോളോ ഓഫ് ബിക്കകത്ത് ഫോളോ ഓഫ് എ കാണും. ഫോർ എനി പ്രൊഡക്ഷൻ റൂൾ എ ഇംപ്ലൈസ് ആൽഫ ബി. ഓക്കെ, ആൽഫ ബി എടുക്കുവാണ്. അപ്പം നമ്മുടെ ബിയുടെ ഫോളോ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് കാണും? ഫോളോ ഓഫ് എ കാണും. ഓക്കെ, അപ്പൊ ഈ റൂൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ എനി പ്രൊഡക്ഷൻ റൂൾ എ ഇംപ്ലൈസ് എ ബി ബീറ്റ. ഒരു പ്രൊഡക്ഷൻ റൂൾ ആണ് എ ഇംപ്ലൈസ് ആൽഫ ബി ബീറ്റ എന്നാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ഓഫ് ബീറ്റ നമ്മൾ എടുക്കുക. ആ ഫസ്റ്റ് ഓഫ് ബീറ്റ എടുക്കുമ്പം എപ്സിലോൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഫോളോ ഓഫ് ബിക്കകത്ത് ഫസ്റ്റ് ഓഫ് ബീറ്റ കാണും. ഫോളോ ഓഫ് ബി എടുക്കുമ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ബീറ്റ കാണും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് ഓഫ് ബീറ്റ എടുക്കുക. അപ്പൊ ആ ഫസ്റ്റ് ഓഫ് ബീറ്റയ്ക്കകത്ത് എന്തുണ്ട്? ഫസ്റ്റ് ഓഫ് ബീറ്റ എടുത്തു. ഫസ്റ്റ് ഓഫ് ബീറ്റ എടുക്കുമ്പം എപ്സിലോൺ ഇല്ല എന്നുണ്ടെങ്കിൽ, എപ്സിലോൺ കാണരുത് ബീറ്റയ്ക്കകത്ത്, എപ്സിലോൺ ഇല്ലെങ്കിൽ ഫോളോ ഓഫ് ബിക്കകത്തുള്ളത് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ബീറ്റ ആയിരിക്കും. ഓക്കെ, ഇഫ് എപ്സിലോൺ ഈസ് an element of first of beta. ഓക്കെ, ഫസ്റ്റ് ഓഫ് ബീറ്റ എടുത്തു, അതിനകത്ത് എപ്സിലോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോളോ ഓഫ് ബിക്കകത്ത്, ഓക്കെ, ഇതാണ് ഫോളോ ഓഫ് ബി. ആ ഫോളോ ഓഫ് ബിക്കകത്ത് ഫസ്റ്റ് ഓഫ് ബീറ്റ, ഇതിന്റെ ഫസ്റ്റ് കാണും, അതിൻ്റെ അകത്തുനിന്ന് എപ്സിലോൺ റിമൂവ് ചെയ്യുക, കൂടാതെ ഫോളോ ഓഫ് എയും കാണും. മനസ്സിലായോ? ഇതിന്റെ ബീറ്റയുടെ ഫസ്റ്റ് കണ്ടുപിടിച്ചു. ബീറ്റയുടെ ഫസ്റ്റിൻ്റെ അത് എപ്സിലോൺ ഉണ്ടെങ്കിൽ ഫോളോ ഓഫ് ബിക്കകത്ത് ബീറ്റയുടെ ഫസ്റ്റ് കാണും, അതിൻ്റെ അകത്തുനിന്ന് എപ്സിലോൺ റിമൂവ് ചെയ്യുക, കൂടാതെ ഫോളോ ഓഫ് എയും കാണും. ഓക്കെ, ദീസ് ആർ ദ റൂൾ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഒന്നുകൂടെ ഇത് മനസ്സിലാവും. നമ്മൾ നേരത്തെ പഠിച്ച ഫംഗ്ഷൻ തന്നെ എഴുതിയ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ ഫോളോ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ ഫോളോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ ഫോളോ കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ ഫോളോ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നേരത്തെ കണ്ടുപിടിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഫോളോ ഓഫ് എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫോളോ ഓഫ് എസ് എന്ന് പറയുന്നത് എസ് ഇസ് എ നോൺ ടെർമിനൽ. അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സിമ്പിൾ ആയതുകൊണ്ട് അതിന്റെ ഫോളോയ്ക്കകത്ത് എന്ത് വരും? ഡോളർ വരും. അപ്പൊ ഫോളോ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡോളർ എന്ന് വരും. ഇനി നെക്സ്റ്റ് ഫോളോ ഓഫ് ബി ആണ്. അപ്പൊ ബി ഇവിടെ വരുന്നത് നോക്കുക. ബി ഇവിടെ വരുന്നത് ഇവിടെയാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഫോളോ ബി കഴിഞ്ഞിട്ട് വരുന്നതിന്റെ ഫസ്റ്റ് എടുക്കണം. ഇപ്പൊ ബി കഴിഞ്ഞിട്ട് വരുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഡി ആണ്. ആ ഫസ്റ്റ് ഓഫ് ഡിക്കകത്തുനിന്ന് എന്ത് ചെയ്യണം? എപ്സിലോൺ എടുത്ത്, എപ്സിലോൺ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഓഫ് ഡി എടുത്തു, അതിൻ്റെ അകത്ത് ജിയും എഫും ഉണ്ട്, എപ്സിലോണും ഉണ്ട്. ആ എപ്സിലോൺ എടുത്ത് റിമൂവ് ചെയ്തു. അപ്പൊ ജിയും എഫും വന്നു. എപ്സിലോൺ വന്നതുകൊണ്ട് ഡി കഴിഞ്ഞിട്ട് കിടക്കുന്ന നെക്സ്റ്റ് സിമ്പിൾ എച്ച് ആണ്. അതിന്റെ ഫസ്റ്റ് എടുക്കണം. അപ്പൊ ഫസ്റ്റ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പം ജിയും എഫും എച്ചും വരും. നെക്സ്റ്റ് ഫസ്റ്റ് ഫോളോ ഓഫ് സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോളോ ഓഫ് സി എന്ന് പറയുമ്പോഴത്തേന് ഈ ഇക്വേഷൻ എടുക്കുക. ഇപ്പൊ ഫോളോ ഓഫ് സി സെക്കൻഡ് ഇക്വേഷൻ വരുമ്പോൾ ഫോളോ ഓഫ് സി ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് ബി ആണ്. അപ്പൊ ഫോളോ ഓഫ് ബി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ജിയും എഫും എച്ചും. ഓക്കെ, അപ്പൊ ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ജി എഫ് എച്ച്. ഇനി ഫോളോ ഓഫ് ഡി ആണ്. ഫോളോ ഓഫ് ഡി വരുമ്പോഴത്തേന് നോക്കുക, ഈ ഡി എ ഫോളോ ചെയ്യുന്നത് എച്ച് ആണ്. അപ്പൊ ഡി എ ഫോളോ ചെയ്യുന്ന എച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വരും? ഫസ്റ്റ് ഓഫ് എച്ച് എടുക്കണം. ഫസ്റ്റ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച്. ഇനി ഫോളോ ഓഫ് ഇ ആണ്. അപ്പൊ ഇ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നുണ്ട് ഒരു സിമ്പിൾ, കണ്ടോ? അപ്പൊ ഇ കഴിഞ്ഞിട്ട് ഇവിടെ സിമ്പിൾ വരുന്നുണ്ട്. അപ്പൊ എഫ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് എഫ് എടുക്കുക. ഫസ്റ്റ് ഓഫ് എഫിൻ്റെ അകത്ത് ഏത് വരും? എഫും എപ്സിലോണും. അപ്പം ഫസ്റ്റ് ഓഫ് എഫ് മൈനസ് എപ്സിലോൺ എടുത്തു, കൂടാതെ എന്ത് വരണം? ഫോളോ ഓഫ് ഡി, ഇതിന്റെ ഫോളോയും വരണം. അപ്പൊ യൂണിയൻ ഫോളോ ഓഫ് ഡി. അപ്പം എഫും എച്ചും വരും. ഫോളോ ഓഫ് ഡിക്കകത്ത് എച്ച് ഉണ്ട്. അപ്പൊ എഫും എച്ചും വരും. ഇനി ഫോളോ ഓഫ് എഫ് ആണ്. ഫോളോ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് ഡി ആണ്. കണ്ടോ? ഫോളോ ഓഫ് എഫ് ഈ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. ഫോളോ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് ഡി.
അപ്പോൾ ഫോളോ ഓഫ് ഡിക്കകത്ത് എന്തുണ്ട്, എച്ച് ഉണ്ട്. അപ്പം ഫോളോ ഓഫ് എഫ്. നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റിംഗ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫോർ എ ഗിവൺ ഗ്രാമർ. ഈ ഗ്രാമർ ഉണ്ട്, ഈ ഗ്രാമറിൻ്റെ ഫോളോ കണ്ടുപിടിക്കുക. ഇവിടെ ഓൾറെഡി ഇവിടെ കണ്ടോ ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് റിക്കർഷൻ അവോയ്ഡ് ചെയ്യണം. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവോയ്ഡ് ചെയ്ത ഗ്രാമറാണിത്. ഇതിൻ്റെയാണ് നമുക്ക് ഫോളോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഫസ്റ്റ് വന്നപ്പോൾ ഫോളോ ഓഫ് എസ്. അപ്പോൾ എസ് ഈസ് എ സ്റ്റാർട്ടിംഗ് സിമ്പിൾ. അപ്പോൾ ഫോളോ ഓഫ് എസിൻ്റെ അകത്ത് എന്ത് വരും, ഡോളർ കാണും. നെക്സ്റ്റ് ഫോളോ ഓഫ് എ ആണ്. ഫോളോ ഓഫ് എ ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് എസ്. ഓക്കെ, ഫോളോ ഓഫ് എ ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് എസ്. ഫോളോ ഓഫ് എസിൻ്റെ അകത്ത് ഏതാണ്, ഡോളർ. ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ ഫോളോ ഓഫ് എ ഡാഷ്. ഫോളോ ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ. കണ്ട, ഫോളോ ഓഫ് എ ഡാഷ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ, ഇറ്റ് ഇസ് ഈക്വൽ ടു ഡോളർ. ഇനി ഫോളോ ഓഫ് ബി ആണ്. ഫോളോ ഓഫ് ബി എന്ന് പറയുമ്പോൾ ബി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. തേർഡ് ഇക്വേഷനാണ്. ബി കഴിഞ്ഞിട്ട് എ ഡാഷ് വരുന്നുണ്ട്. തേർഡ് റൂളാണ്. അപ്പം ബി കഴിഞ്ഞിട്ട് എ ഡാഷ് വരുവാണെങ്കിൽ ഈ എ ഡാഷിൻ്റെ ഫസ്റ്റ് എടുക്കണം. അപ്പം ഫസ്റ്റ് ഓഫ് എ ഡാഷ് എടുത്തു, ഡിയും എപ്സിലോണും. അപ്പം ഡി എപ്സിലോണും വന്നു കഴിഞ്ഞാൽ എന്ത് വരണം, അതിൻ്റെ അകത്തുനിന്ന് എപ്സിലോണെ എടുത്ത് റിമൂവ് ചെയ്യുക. അപ്പം ഡി വരും. പിന്നെന്താ വരിക, ഈ ഇക്വേഷനാണ് നമ്മൾ എടുത്തത്, അല്ല ഈ ഇക്വേഷനാണ് എടുത്തത്. അപ്പം ഇതിൻ്റെ ഈ ഇവിടെ കിടക്കുന്നതിൻ്റെ ഫോളോയും കൂടി ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ, അതിൻ്റെ ഫോളോ എടുത്തു, ഫോളോ ഓഫ് എ എടുത്തു. ഫോളോ ഓഫ് എ എന്ന് പറയുന്ന ഡോളർ. അപ്പം ഡിയും ഡോളറുമായിരിക്കും ഇതിൻ്റെ അകത്ത് വരിക. നെക്സ്റ്റ് ഫോളോ ഓഫ് സി. ഫോളോ ചെയ്തിട്ട് സിയെ ഫോളോ ആയിട്ട് ഒന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്താ, എൻ എ, നോട്ട് ആപ്ലിക്കബിൾ. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫോർ എ ഗിവൺ ഗ്രാമർ. ഇതിൻ്റെ ഫോളോ കണ്ടുപിടിക്കണം. അപ്പം നമ്മളോട് പറയുന്നത് ഫോളോ ഓഫ് എസ് ആണ്. ഇവിടെ ഫോളോ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസിൻ്റെ ഫോളോ, ഇറ്റ്സ് എ സ്റ്റാർട്ടിംഗ് സിമ്പിൾ, അതുകൊണ്ട് ഡോളർ വരും. കൂടാതെ എസ് കഴിഞ്ഞിട്ട് ഇവിടെ സിമ്പിൾ വരുന്നുണ്ടോ നോക്കുക, എൽ ഡാഷ്. ആ എൽ ഡാഷിൻ്റെ ഫസ്റ്റ് വരണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. ഈ ഇക്വേഷൻ അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൽ ഡാഷ്. ഓക്കെ, എസ് ഇംപ്ലൈസ് എൽ ഡാഷ് ആണ്. ഫസ്റ്റ് ഓഫ് എൽ ഡാഷ്. ഫസ്റ്റ് ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് കോമയും എപ്സിലോണും. അതിൻ്റെ അകത്തുനിന്ന് എപ്സിലോണെ റിമൂവ് ചെയ്യുക. അപ്പോൾ കോമ മാത്രം വരും. നെക്സ്റ്റ് നോക്കേണ്ടത് ഇവിടെ കിടങ്ങി എല്ലിൻ്റെ ഫോളോ നോക്കണം. എല്ലിൻ്റെ ഫോളോ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതവിടെ കിടക്കട്ടെ. എല്ലിൻ്റെ ഫോളോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബ്രാക്കറ്റാണ്, ക്ലോസിങ് ബ്രാക്കറ്റ്. അതും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. ഫോളോ ഓഫ് എൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോളോ ഓഫ് എൽ എന്ന് പറയുന്നത് ഇവിടാണ്. എല്ലിനെ ഫോളോ ചെയ്തിട്ട് ക്ലോസിങ് ബ്രാക്കറ്റ് ആണ്. ആ ക്ലോസിങ് ബ്രാക്കറ്റിനെ ഫസ്റ്റ് എടുക്കുക. ആ ക്ലോസിങ് ബ്രാക്കറ്റിൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ആ ക്ലോസിങ് ബ്രാക്കറ്റ് തന്നെ വരും. അതാണ് ഫോളോ ഓഫ് എല്ലിൻ്റെ അകത്ത്. ഇനി ഫോളോ ഓഫ് എൽ ഡാഷ്. എൽ ഡാഷ് കഴിഞ്ഞിട്ട് എന്താ വരുന്നത് നോക്കുക. അപ്പോൾ എൽ ഡാഷ് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, സെക്കൻഡ് റൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൂളിൻ്റെ അകത്ത് ഇവിടെ ഉപയോഗിക്കാം. ഫോളോ ഓഫ് എൽ ഡാഷ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് എൽ. ഓക്കെ, ഫോളോ ഓഫ് എല്ലിൻ്റെ അകത്ത് ഏതുണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫോളോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോളോ ഓഫ് എസ്. എസ് ഇസ് എ സ്റ്റാർട്ടിംഗ് സിമ്പിൾ, അതുകൊണ്ട് ഡോളർ എന്ത് വരും, ആ സ്റ്റാർട്ട് ഫോളോയ്ക്കകത്ത് വരും. അപ്പോൾ ഫോളോ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡോളർ. പിന്നെ ഇവിടെ എസ് സിമ്പിൾ ഒന്നും വരുന്നില്ല. ഇനിയും ഫോളോ ഓഫ് എ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫോളോ ചെയ്തിട്ട് എ ഫോളോ ആയിട്ട് ഏതൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക. ഇതുണ്ടോ, ഇവിടെ എ ഫോളോ ആയിട്ട് എ വരുന്നുണ്ട്, സ്മോൾ എ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് എ എടുത്തു. ഇവിടെ എ ഉണ്ട്, അതിനെ ഫോളോ ആയിട്ട് ഏതുണ്ട്, സ്മോൾ ബി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് സ്മോൾ എ യൂണിയൻ ഫസ്റ്റ് ഓഫ് സ്മോൾ ബി, ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോമ ബി. നെക്സ്റ്റ് നോക്കേണ്ടത് ഫോളോ ഓഫ് ബി ആണ്. ബി എ ഫോളോ ആയിട്ട് ഏതൊക്കെ വരിക, ഫസ്റ്റ് ഓഫ് ബി. കണ്ടോ, ഇതിൻ്റെ ഫസ്റ്റ് എടുക്കണം. പിന്നെ ഇവിടെ ഒരു ബി വരുന്നുണ്ട്, അതിൻ്റെയും അത് കഴിഞ്ഞിട്ട് വരുന്ന സിമ്പിളിനെ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ബി യൂണിയൻ ഫസ്റ്റ് ഓഫ് എ, ഇറ്റ് ഈസ് ഈക്വൽ ടു എ കോമ ബി. നെക്സ്റ്റ് ഇക്വേഷൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ ഫോളോ ഫംഗ്ഷൻ ഫോർ എ ഗിവൺ ഗ്രാമർ. ഈ ഒരു ഗ്രാമർ തന്നിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്താണ്, ലെഫ്റ്റ് റിക്കേഷൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് റിക്കേഷൻ അവോയ്ഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എഴുതി, എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാമർ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഫോളോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോളോ ഓഫ് ഇ, സ്റ്റാർട്ടിങ് സിമ്പിൾ ഇ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വരും, ഫോളോ ഓഫ് ഇക്കകത്ത് ഡോളർ വരും. പിന്നെ ഈ ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാണ്ടോ, ഈ ഇവിടെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വരുന്നത് ഈ ഇവിടാണ്. അപ്പോൾ ഈ കഴിഞ്ഞിട്ട് വരുന്ന സിമ്പിളിൻ്റെ എന്തെടുക്കണം, ഫസ്റ്റ് എടുക്കണം. അപ്പം ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബ്രാക്കറ്റ്. അപ്പോൾ ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും. നെക്സ്റ്റ് ഫോളോ ഓഫ് ഇ ഡാഷ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇത് കണ്ടോ, ഫോളോ ഓഫ് ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് ഇ. സെക്കൻഡ് റൂൾ വെച്ചിട്ട് ഫോളോ ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു ഫോളോ ഓഫ് ഇ എന്ന് എഴുതാം.
ഫോളോ ഓഫ് ഇ എന്ന് പറയുന്നത് ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും. നെക്സ്റ്റ് ഫോളോ ഓഫ് ടി ആണ്. ഫോളോ ഓഫ് ടി, ടി കഴിഞ്ഞിട്ട് വരുന്നത് നോക്കുക. അപ്പം ടി കഴിഞ്ഞിട്ട് വരുന്നത് ഇ ഡാഷ് ആണ്. കണ്ടോ? അപ്പം ടി ഇ ഡാഷ് ഉണ്ടോ? ഇപ്പം ടി ഇ ഡാഷ് ആണെങ്കിൽ ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഇ ഡാഷ്. ഫസ്റ്റ് ഓഫ് ഇ ഡാഷിൻ്റെ അകത്ത് പ്ലസും ഡോളറും, പ്ലസും എപ്സിലോണും. അപ്പം പ്ലസ് എടുത്തു, എപ്സിലോൺ എടുത്ത് റിമൂവ് ചെയ്യുക. കൂടാതെ ഈ ഇക്വേഷനാണ് എടുത്തത്. അപ്പം ഇതിൻ്റെ എന്ത് ചെയ്യണം? ഫോളോ ഓഫ് എന്തെടുക്കണം? ഫോളോ ഓഫ് ഇ എടുക്കണം. ഫോളോ ഓഫ് ഇയോ ഇ ഡാഷോ ഏത് വേണേലും എടുക്കാം. ഓക്കെ, അപ്പം ഫോളോ ഓഫ് ഇയും വരും. ഇതുണ്ടോ? ഇ ഡാഷ് ആകുമ്പോൾ ഫോളോ ഓഫ് ഇ എടുത്താലും മതി, അല്ലെ ഫോളോ ഓഫ് ഇ ഡാഷ്, രണ്ട് സെയിം തന്നെയാണ്. അപ്പം പ്ലസും ഡോളറും ക്ലോസിംഗ് ബ്രാക്കറ്റും കിട്ടും. നെക്സ്റ്റ് ഫോളോ ഓഫ് ടി ഡാഷ് ആണ്. അപ്പം ടി ഡാഷ് കഴിഞ്ഞിട്ട് എന്താ വരുന്നത് നോക്കുക. അപ്പം ടി ഡാഷിനകത്ത് എന്ത് വരും? ടി ഡാഷിനകത്ത് ഫസ്റ്റ് ഫോളോ ഓഫ് ടി ആ വരിക. ഫോളോ ഓഫ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് ടി. ഓക്കെ, ഫോളോ ഓഫ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു ഫോളോ ഓഫ് ടി. ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് പ്ലസ് ഡോളർ ക്ലോസിംഗ് ബ്രാക്കറ്റ്, അത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫോളോ ഓഫ് എഫ്. എഫ് കഴിഞ്ഞിട്ട് എന്താ വരുന്നത് നോക്കുക. അപ്പോൾ എഫ് കഴിഞ്ഞിട്ട് വരുന്നത് ടി ഡാഷ് ആണ്. കണ്ടോ? ഇവിടെയും വരുന്നുണ്ട് ടി ഡാഷ്. അപ്പോൾ ഇത് ഏതെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ടി ഡാഷ് എടുക്കുക. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ ടി ഡാഷിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റും എപ്സിലോണും ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് എപ്സിലോൺ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു വന്നു. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ എന്തെടുക്കണം? ഇതിൻ്റെ ഫോളോ ഓഫ് ടിയും എടുക്കണം. അപ്പോൾ ഫോളോ ഓഫ് ടി എന്ന് പറയുന്നത് പ്ലസ് ഡോളർ ക്ലോസിംഗ് ബ്രാക്കറ്റ്, അതും കൂടെ ഇതിൻ്റെ അകത്ത് വരും. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് എന്താണ് ഫസ്റ്റ്, എന്താണ് ഫോളോ എന്നുള്ളതാണ് പഠിച്ചത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റീവ് പാസിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.